എക്സാം ഉണ്ടോ അല്ലേ? മലപ്പുറം, പത്തനംതിട്ട, കണ്ണൂർ, ഇടുക്കി ഇല്ലേ? 4 ജില്ലകളിലാണ്. യെസ്, ഓക്കെ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? സ്റ്റാർട്ട് ചെയ്യാം, ലാഗടിപ്പിക്കണ്ട, ആരംഭിക്കാം. ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുക, അറിയാവുന്ന റെസ്പോണ്ട് ചെയ്യുക, അറിയാവുന്നതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ശരി. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ചോദ്യം. ഓക്കെ, മെഡൽ നേടിയ ഇനം ഏതാണ്ട? മെഡൽ നേടിയ ഇനം പിള്ളേര് ജാവലിൻ ത്രോയാണ്. ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്രയ്ക്ക് മെഡൽ ലഭിച്ചത്. ഇവിടെ നീരജ് ചോപ്രയ്ക്ക് എന്ത് മെഡലാ ലഭിച്ചത്? നീരജ് ചോപ്രയ്ക്ക് എന്ത് മെഡലാ ലഭിച്ചത്? എന്ത് മെഡലാണ്? നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത് അല്ലേ? വെള്ളി, അതായത് സിൽവർ മെഡലാണ് ലഭിച്ചത്, സിൽവർ മെഡൽ. ഓക്കെ, നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം എത്രയാണ്? നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 89.45 മീറ്റർ ആണ് കേട്ടോ. 89.45 മീറ്റർ ആണ് ആരെറിഞ്ഞത്? നീരജ് ചോപ്ര. 89.45 മീറ്റർ ആണ് നീരജ് ചോപ്ര എറിഞ്ഞത്. എന്നാല് ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നീരജ് ചോപ്രയുടെ ലെങ്ത് അല്ലേ? ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മള് 87.58 അല്ലേ? 87.58. ഞാൻ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 8, അവസാനം ഒരു 8, നടുക്കൊരു 75. അങ്ങനെ ഓർക്കാൻ പാടുണ്ട്. ഞാനിത് പറയാൻ കാരണം റീസെന്റ് ആയിട്ടും ഈ ഒരു ലെങ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 87.58 ആണ് നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിൽ. അപ്പൊ 8.758. ഓക്കെ, കഴിഞ്ഞ ഒളിമ്പിക്സിൽ. ഓക്കെ, ഇനി ഈ ഒരു ഒളിമ്പിക്സിൽ 89.45 അല്ലെ? 89.45. ഓക്കെ, ഇനി സ്വർണം കിട്ടിയ ആളാരാ? സ്വർണം കിട്ടിയ ആളുടെ പേരെന്താണ് പിള്ളേരെ? സ്വർണം കിട്ടിയ ആളുടെ പേരാണ് അർഷദ് നദീം അല്ലേ? അർഷദ് നദീം എന്നാണ് ആളുടെ പേര്. അർഷദ് നദീം എന്നാണ് ആളുടെ പേര്. അർഷദ് നദീം എന്നാണ് ആളുടെ പേര്. അർഷദ് നദീം ഏത് രാജ്യക്കാരനാണ്? അർഷദ് നദീം പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനിയാണ്, ഇന്ത്യക്കാരനല്ല. അർഷദ് നദീം പാകിസ്ഥാനാണ്. ഓക്കെ, എത്രയാ ദൂരം എത്രയാ? പിള്ളേരെ ദൂരം 92.97 മീറ്റർ ആണ്. 92.97 മീറ്റർ ആണ് അർഷദ് നദീം എറിഞ്ഞ ദൂരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യയിൽ നിന്ന് ജാവലിൻ ത്രോയ്ക്ക് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ച വെള്ളി മെഡലാണ്. നീരജ് ചോപ്ര ഈ വർഷം അതായത് ഈ പാരീസ് ഒളിമ്പിക്സിൽ എറിഞ്ഞ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 89.45 മീറ്റർ ആണ്. ഫസ്റ്റ് കിട്ടിയത് അർഷദ് നദീമിനാണ്. സ്വർണം കിട്ടിയത് അർഷദ് നദീമിനാണ് കിട്ടിയത്. പാകിസ്ഥാനിയാണ്. എത്രയാ കിട്ടിയത്? 92.97 മീറ്റർ ആണ്. 92.97 മീറ്റർ ആണ് ആർക്ക് കിട്ടിയത്? അർഷദ് നദീം എറിഞ്ഞ് മെഡൽ കിട്ടിയ ദൂരം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ അത് മനസ്സിലായി. ഇനി എത്ര ഇന്ത്യൻ താരങ്ങളാ പങ്കെടുത്തത്? എത്ര ഇന്ത്യൻ താരങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് പിള്ളേരെ? എത്ര ഇന്ത്യൻ താരങ്ങൾ? പിള്ളേരെ 117 ഇന്ത്യൻ താരങ്ങൾ. 117 ഇന്ത്യൻ താരങ്ങൾ. ഓക്കെ, എത്ര മലയാളികൾ? 7 മലയാളികൾ. 7 മലയാളികൾ. ഓക്കെ, പാരീസ് ഒളിമ്പിക്സ് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? ഒളിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു പാരീസ്? പിള്ളേരെ 33ാമത്തെ എഡിഷൻ ആയിരുന്നു. എന്ന് മുതൽ എന്ന് വരെ നടന്നത്? രാഗി 333 കമന്റ് ചെയ്താൽ കേട്ടുകയാണല്ലോ. സോറി വരെ വെച്ചിരിക്കുന്നു. അവള് 33ാമത്തെ എഡിഷൻ ആണ്. എന്ന് മുതൽ എന്ന് വരെയാടാ? ഡേറ്റ് അറിയോ? ഡേറ്റ് ഒന്ന് പഠിച്ചോണേ. ജൂലൈ 26. കൊള്ളാം, ഡേറ്റ് പറയുന്ന ഒരു മിടുക്കനാണ്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ. ഓക്കെ, ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടന്നത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളോട്, അതായത് നമ്മുടെ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? പിള്ളേരെ? ഇന്ത്യക്ക് ലഭിച്ചത് 6 മെഡലുകളാണ്. ഇന്ത്യക്ക് ലഭിച്ചത്. നമ്മൾ അതിൽ ഒരെണ്ണം പറഞ്ഞു, നീരജ് ചോപ്രയുടെ പറഞ്ഞു. നീരജ് ചോപ്ര വെള്ളി കിട്ടി എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടി. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമതായിട്ട് മനു ഫക്കറിനാണ് ഈ വർഷത്തെ ആദ്യത്തെ മെഡൽ ലഭിച്ചത്. മനസ്സിലായില്ലേ? മനു ഫക്കറിനാണ് ഈ വർഷത്തെ ആദ്യത്തെ മെഡൽ എന്ത് ചെയ്തത് പിള്ളേരെ? ലഭിച്ചത് കേട്ടോ. മനു ഫക്കർ നിങ്ങൾ പഠിക്കുക. ഏത് ഐറ്റത്തിനാണ് മനു ഫക്കറിന് കിട്ടിയെന്ന് കേട്ട് കഴിഞ്ഞാല് 10 മീറ്റർ എയർ പിസ്റ്റൽ. 10 മീറ്റർ എയർ പിസ്റ്റൽ ആണ് മനു ഫക്കറിന്റെ ഇനം. 10 മീറ്റർ എയർ പിസ്റ്റൽ ആണ് മനു ഫക്കറിന്റെ ഇനം. ഓക്കെ, അപ്പൊ മറക്കരുത്. മനു ഫക്കറാണ് ഈ വർഷത്തെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത്. ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത് ആരാണ്? മനു ഫക്കറാണ്. മനു ഫക്കർ
10 മീറ്റർ എയർ പിസ്റ്റളിലാണ് 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് എന്ത് ചെയ്യുന്നത് മെഡൽ നേടുന്നത്. ഓക്കെ, ഞാൻ വേറൊരു റെക്കോർഡ് പറഞ്ഞു തരാം. മനു ബക്കറിന് ഒരു പ്രത്യേകതയുണ്ട്. മനു ബക്കറാണ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് രണ്ടാമത്തെ മെഡലിലേക്ക് വരാം. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങില് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കേട്ടോ. ആദ്യ ഇന്ത്യൻ വനിതയാണ് കേട്ടോ. ഓക്കെ, ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് ആര് പിള്ളേരെ? ഈ പറയുന്ന മനു ബക്കർ. ആരാണ്? മനു ബക്കർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ മെഡൽ ലഭിക്കുന്നത് ഒരു മിക്സഡ് ഈവന്റിലാണ്. മനസ്സിലായില്ലേ? മിക്സഡ് ഈവന്റിലാണ്. അതായത് 10 മീറ്റർ, ഇതേ സെയിം തന്നെ 10 മീറ്റർ മിക്സഡ് ടീം എയർ പിസ്റ്റൾ. ക്ലിയർ ആണല്ലോ? 10 മീറ്റർ മിക്സഡ് ടീം എയർ പിസ്റ്റൾ. ഓക്കെ, അതിൽ ഒരാൾ ആര് തന്നെയാണ്? ഒരാൾ മനു ബക്കർ തന്നെയാണ് ഒരാള്. ഓക്കെ, രണ്ടാമത്തെ ആൾ ആരാണ്? അപ്പോൾ രണ്ടാമത്തെ ആളാണ് സരബ്ജോത് SARAB സരബ്ജോത് GOT സരബ്ജോത് സിംഗിനാണ് ലഭിച്ചത് കേട്ടോ. അതായത് മെഡല് ഈ മിക്സഡ് ഈവന്റിൽ, അതായത് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഈവന്റില് 2 പേർക്കാണ് മെഡൽ ലഭിക്കുന്നത്. മിക്സർ അല്ലേ? അത് ഒന്ന് നമ്മുടെ മനു ബക്കർ, രണ്ടാമത്തെ ആള് സരബ്ജോത് സിംഗ് ആണ്. മിക്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് മത്സരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സഡ് ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനു ബക്കറിനും സരബ്ജോത് സിംഗിനും ലഭിച്ചു. അപ്പൊ ഇതോടെ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി ആര് മാറി? മനു ബക്കർ മാറി. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് പിള്ളേരെ മനു ബക്കർ മാറി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ 3 മെഡൽ പഠിച്ചു. 3 മെഡൽ അല്ലേ? നീരജ് ചോപ്രയുടെ മെഡൽ പഠിച്ചു, മനു ബക്കറിന്റെ 1ാമത്തെ മെഡൽ പഠിച്ചു, 2ാമത്തെ മെഡല് മനു ബക്കറും സരബ്ജോത് സിംഗും കൂടെയാണ്. അടുത്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള 4ാമത്തെ മെഡൽ ലഭിച്ചത് ആർക്കാ? 4ാമത്തെ മെഡൽ ലഭിച്ചത് പിള്ളേരുടെ പേര് സ്വപ്നിൽ കുസാക്ക് എന്നാണ് കേട്ടോ. സ്വപ്നിൽ കുസാക്ക് എന്നാണ് ആളുടെ പേര്. സ്വപ്നിൽ കുസാക്ക് എന്നാണ് ആളുടെ പേര് കേട്ടാ. സ്വപ്നിൽ കുസാക്ക് എന്നാണ് ആളുടെ പേര്. സ്വപ്നിൽ കുസാക്കിന് ഏതിലാണ് മെഡൽ ലഭിച്ചത്? സ്വപ്നിൽ കുസാക്കിനും ഷൂട്ടിങ്ങിലാണ് മെഡൽ ലഭിക്കുന്നത്. അതായത് 50 മീറ്റർ എന്താണ്? റൈഫിൾ. 50 മീറ്റർ റൈഫിൾ ഇനത്തിലാണ് ആർക്ക് അവാർഡ് ലഭിക്കുന്നത്? സ്വപ്നിൽ കുസാക്കിന് ലഭിക്കുന്നത്. ഈ സ്വപ്നിൽ കുസാക്ക് പുരുഷനാണോ സ്ത്രീയാണോ? സ്വപ്നിൽ കുസാക്ക് പുരുഷനാണോ സ്ത്രീയാണോ? മെയിലിന്റെ സ്പെല്ലിംഗ് ഇതാണോ രജില? മെയിലാണ് കേട്ടോ, മെയിൽ. ഓക്കെ, MAIL മെയിൽ, അത് വേറെ, ഇത് വേറെ. വെപ്രാളം കൊണ്ട് എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ സ്വപ്നിൽ കുസാക്കിന് മനു ബക്കറിന് സരബ്ജോത് സിംഗിനൊക്കെ ലഭിച്ച മെഡൽ വെങ്കലമാണ് കേട്ടോ. വെങ്കലം. 1 വെള്ളി, ബാക്കി 5 വെങ്കലമാണ് നമുക്ക് കിട്ടിയത്. 1 വെള്ളിയും 5 വെങ്കലം. ഓക്കെ. അപ്പൊ സ്വപ്നിൽ കുസാക്ക് ആയിട്ടുണ്ട്. 50 മീറ്റർ റൈഫിള് മെൻസ്. ഓക്കെ, സ്വപ്നിൽ കുസാക്ക്. അടുത്ത് 5ാമത്തെ ആൾ ആരാ? 5ാമത്തെ ആള് ആരാണ്? അത് അമാൻ ഷെരാവത്ത് കേട്ടോ. 5ാമത്തെ ആള് അമൻ ഷെരാവത്ത്. എന്താ അമൻ ഷെരാവത്തിന്റെ പ്രത്യേകത? അമൻ ഷെരാവത്ത് 57 കിലോഗ്രാം. ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് ജേതാവാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് ആര്? അമൻ ഷെരാവത്ത്. 57 കിലോഗ്രാം ഗുസ്തിയിലാണ് അമൻ ഷെരാവത്തിന് മെഡൽ ലഭിച്ചത്. 57 കിലോഗ്രാം ഗുസ്തിയിലാണ് അമൻ ഷെരാവത്തിന് മെഡൽ ലഭിച്ചത്. യങ്ങസ്റ്റ് ഒളിമ്പിയൻ, അതായത് മെഡൽ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിയനാണ് ആര്? അമൻ ഷെരാവത്ത്. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ മെഡൽ എന്താ? 6ാമത്തെ മെഡൽ ലഭിച്ചത് ഒരു വ്യക്തിക്കല്ല, ഇന്ത്യൻ ഹോക്കി ടീമിനാണ് 6ാമത്തെ മെഡൽ ലഭിച്ചത്. 6ാമത്തെ മെഡൽ ലഭിച്ചത്. കോളെടുത്തോ? ഓക്കെ, 6ാമത്തെ ഹോക്കി ടീമിനാണ്. ഹോക്കി ടീമിന് എന്ത് മെഡലാ ലഭിച്ച പിള്ളേരെ പറഞ്ഞേ? ഹോക്കി ടീമിന് എന്ത് മെഡലാ ലഭിച്ചേ? ഹോക്കി ടീമിന് വെങ്കല മെഡൽ അല്ലേ? ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. ഈ ഹോക്കി ടീം ആരെയാ പരാജയപ്പെടുത്തിയത്? പിള്ളേരെ നമ്മള്
അതായത് സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നമുക്ക് മെഡൽ ലഭിച്ചത്. സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നമുക്ക് മെഡൽ ലഭിച്ചത്. 2-1 എന്ന സ്കോർ നിലയിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി കേട്ടോ. 2-1 എന്ന സ്കോർ നിലയിൽ സ്പെയിനിനെ കോളെടുക്ക്. ഓക്കെ, സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ് നമുക്ക് മെഡൽ ലഭിച്ചത്. ഓക്കെ, ഞാൻ റിവിഷൻ ആയിട്ട് പാസ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ്? വളരെ ഹോക്കിയില് സ്വർണ്ണ മെഡൽ ലഭിച്ചത് നെതർലാൻഡിനാണ്. സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ്? നെതർലാൻഡിന് സ്വർണ്ണം ലഭിച്ചു. ഓക്കെ, എന്നാൽ പറഞ്ഞേ സിൽവർ ലഭിച്ചത് ആർക്കാ? സിൽവർ ലഭിച്ചത് ജർമ്മനിക്കാണ്. ജർമ്മനിക്കാണ് സിൽവർ ലഭിച്ചത്. ഓക്കെ, അപ്പം ഗോൾഡ് നെതർലാൻഡ്, സിൽവർ ജർമ്മനി. ഓക്കെ, ബ്രോൺസ് ഇന്ത്യ, 4ാം സ്ഥാനം സ്പെയിൻ. ഓക്കെ അല്ലടാ? ഓക്കെ ആണോ? ശരി, അപ്പം ഒന്നുകൂടെ നോക്കിയോ. നമ്മൾ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. 117 ഇന്ത്യക്കാർ ഇവിടുന്ന് പോയി. അതിൽ 7 മലയാളികൾ ഉണ്ടായിരുന്നു. ഓക്കെ, 33ാമത്തെ ഒളിമ്പിക്സ് ആണ് പാരീസിൽ വെച്ച് നടന്നത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടിയത് 6 മെഡലാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ പഠിച്ചു ആരാണ്? നമ്മുടെ നീരജ് ചോപ്രയുടെ വെള്ളി മെഡൽ പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് മനു ഭക്കറിനെ കുറിച്ചാണ്. മനു ഭക്കറിനാണ് ഈ വർഷത്തെ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ ഒളിമ്പിക്സ് ലഭിച്ചത്. മനു ഭക്കർ ലഭിച്ചത് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് ലഭിച്ചത് അല്ലേ? മനു ഭക്കറിന് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് ലഭിച്ചത്. ഒളിമ്പിക് ഷൂട്ടിങ്ങില് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ആര് മാറി? മനു ഭക്കർ മാറി അല്ലേ? 10 മീറ്റർ എയർ പിസ്റ്റളിൽ മെഡൽ ലഭിച്ചു. പിന്നെ നമ്മൾ പറയുകയാണ് മനു ഭക്കറിന് ഒരു മെഡലും കൂടെ ലഭിക്കുകയാണ്. ഓക്കെ, അത് 10 മീറ്റർ മിക്സർ ഈവന്റിലാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ എന്ന മിക്സർ ഈവന്റിലാണ്. അതിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സർബ്ജോത് സിംഗ് ആണ് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി. അതോടെ ഒരു ഒളിമ്പിക്സില് 2 മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി ആര് മാറി പിള്ളേരെ? ഈ പറയുന്ന മനു ഭക്കർ മാറി. ഓക്കെ, അടുത്ത സ്വപ്നിൽ കുസാക്കിനെ കുറിച്ച് പറഞ്ഞു. സ്വപ്നിൽ കുസാക്കിനും എന്താണ് ഈ പറയുന്ന ഷൂട്ടിങ്ങിലാണ് മെഡൽ ലഭിച്ചത്. അത് 50 മീറ്റർ റൈഫിളാണ് ഇനം. ഓക്കെ, അമാൻ ഷെരാവത്തിനെ കുറിച്ച് പറഞ്ഞു. അമാൻ ഷെരാവത്തിന് മെഡൽ ലഭിക്കുകയുണ്ടായി, വെങ്കല മെഡൽ ലഭിക്കുകയുണ്ടായി. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ഹോക്കി ടീമിനും മെഡൽ ലഭിച്ചു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ശരി. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഈ എവിടെയൊക്കെ സംസ്ഥാനമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോണേ. ഓക്കെ, ഇവിടെ സംസ്ഥാനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോണം. പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോ. അത്രയൊന്നും കയറി ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ, എന്നാലും ചിലപ്പോൾ ചോദിക്കും. പരീക്ഷയ്ക്ക് നാളെയൊക്കെ പോണവരെ ഈ പറഞ്ഞ ആൾക്കാരുടെ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോ. ശരി, സമയമുണ്ടെങ്കിൽ മതി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കി. കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അല്ലെങ്കിൽ എവിടെയൊക്കെ സംസ്ഥാനം ഞാൻ ടെലഗ്രാം ഇട്ടിരിക്കുന്നത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? നിതിൻ മധുക്കർ ജംദാർ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ, ഇദ്ദേഹം ഏത് സംസ്ഥാനത്തിൽ നിന്നാണെന്ന് അറിയോടാ? ഇദ്ദേഹം 39ാമത്തെ കേരള ഹൈക്കോടതിയിലെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇദ്ദേഹം ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ്? വളരെ മഹാരാഷ്ട്രയാണ്. നിതിൻ മധുക്കർ ജംദാർ മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഓക്കെ, ഇദ്ദേഹം മഹാരാഷ്ട്ര ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന വ്യക്തിയാണ് കേട്ടോ. നിതിൻ മധുക്കർ ജംദാർ 39ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്കിപ്പോ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ വന്നിട്ടുണ്ട്. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഡൽഹിക്കാരനായ സഞ്ജീവ് ഖന്ന. ഡൽഹി സ്വദേശിയായിട്ടുള്ള സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിന്റെ 39ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജംദാർ. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരുടെ? സഞ്ജീവ് ഖന്ന ഡൽഹി സ്വദേശിയാണ്. ഓക്കെ. അടുത്ത, എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ഇവിടെ ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് മദ്രാസിലാണ്. അടയാറാണ്. നമ്മളത് പരീക്ഷയ്ക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് അടയാർ.
മദ്രാസിലെ അടയാറിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ആനി ബെസന്റ് തുടങ്ങിയത്. ഈ ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം സ്വയം ഭരണം എന്നാണ്. സ്വയം ഭരണം എന്നാണ് ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം. സ്വയം ഭരണം. ഓക്കെ, സ്വയം ഭരണം എന്നാണ് ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം. അത് മാത്രമല്ല, ഈ ഹോം റൂൾ എന്ന ആശയം നമുക്ക് ഏത് രാജ്യത്ത് നിന്ന് നമുക്ക് ലഭിച്ചത്? ഹോം റൂൾ എന്ന ആശയം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നമുക്ക് ഹോം റൂൾ എന്ന ആശയം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അയർലൻഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ആശയമാണ് ഹോം റൂൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു മദ്രാസില് അടയാറില് ആനി ബെസന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, പൂനെയില് നേതൃത്വം നൽകിയത് ആരാണ്? പൂനെയിൽ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണല്ലേ. ബാലഗംഗാധര തിലകനാണ് നേതൃത്വം നൽകിയത്. കാരണം നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഈ രണ്ടാൾക്കാരാണ്. മനസ്സിലായില്ല? ആനി ബെസന്റ് രാജ്യം അയർലൻഡാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആനി ബെസന്റും അതുപോലെ തന്നെ നമ്മുടെ ബാലഗംഗാധര തിലകൻ പൂനെയിലും. ആനി ബെസന്റ് എവിടെയാണ് നേതൃത്വം നൽകിയത്? ആനി ബെസന്റ് അത് അടയാർ മദ്രാസിലും. എന്നാൽ പെട്ടെന്ന് പറഞ്ഞേ, മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയത് ആര്? മലബാറിൽ നേതൃത്വം നൽകിയത് കെ പി കേശവമേനോൻ. മനസ്സിലായ? കെ പി കേശവമേനോൻ ആണ് മലബാറിൽ നേതൃത്വം നൽകിയത്. കെ പി കേശവമേനോൻ. ഓക്കെ, ഹോം റൂൾ പ്രസ്ഥാനം നേതൃത്വം നൽകിയത് കെ പി കേശവമേനോൻ. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്, ശരി. അയ്യത്താൻ ഗോപാലൻ നേതൃത്വം നൽകിയത് എന്തിനായിരുന്നു? അയ്യത്താൻ ഗോപാലൻ നേതൃത്വം നൽകിയത് ബ്രഹ്മസമാജം. കേട്ടോ, ബ്രഹ്മസമാജത്തിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, മഞ്ചേരി രാമയ്യറോ? ഖത്താർ അല്ല, ഗദ്ദാറാണ്. ഗദ്ദാർ പാർട്ടി. ഓക്കെ എടാ, 1913 ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? പിള്ളേരെ, ഗദ്ദാർ മൂവ്മെന്റ് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലാലാ ഹൃദയൽ. ഓക്കെ, ഈ ഗദ്ദാർ പാർട്ടി എവിടെയാണ് ആരംഭിച്ചത്? ഗദ്ദാർ പാർട്ടി എവിടെ ആരംഭിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്, USA ആരംഭിച്ചതല്ലേ. അമേരിക്കൻ ഐക്യനാടുകളിൽ അല്ലെങ്കിൽ USA എന്താരംഭിക്കുന്നത്? ഈ പറയുന്ന ഗദ്ദാർ മൂവ്മെന്റ് ആരംഭിച്ചത് അമേരിക്കൻ ഐക്യനാട് അല്ലെങ്കിൽ USA. അതുകൊണ്ട് തന്നെ ഈ ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയാണ്? പിള്ളേരെ? ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം. മനസ്സിലായില്ലേ? സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ജനറൽ സെക്രട്ടറി? സ്വരൺ സിംഗ് ഫക്നയല്ലേ പറയാൻ പോകുന്നത്? അല്ല, ആദ്യത്തെ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയൽ. ലാലാ ഹർദയലാണ് ജനറൽ സെക്രട്ടറി. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞ സ്വരൺ സിംഗ് ഫക്ന എന്തായിരുന്നടാ? സ്വരൺ സിംഗ് ഫക്ന അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആര്? സ്വരൺ സിംഗ് ഫക്ന പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ചിലപ്പോൾ പിള്ളേരെ പറഞ്ഞോ, ഗദ്ദാർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാലാണ്. ഈ ഗദ്ദാർ പാർട്ടി ആരംഭിച്ചത് എവിടെയാണ്? അമേരിക്കൻ ഐക്യനാടുകളിലാണ്. 1913 ഗദ്ദാർ പാർട്ടി ആരംഭിക്കുന്നത്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിപ്ലവം എന്നാണ് ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെ? വിപ്ലവം എന്നാണ് ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത വിപ്ലവം വിജയിക്കട്ടെ എന്നർത്ഥം വേണ്ട മുദ്രാവാക്യമുണ്ട്. ഏതെന്നറിയാവോ? നമ്മുടെ മുഹമ്മദ് ഇക്ബാൽ രൂപം നൽകിയിട്ട് നമ്മളെ ഭഗത് സിംഗ് ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യം, ഇൻക്ലാബ് സിന്ദാബാദ്, അല്ലെ? ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വേണ്ട മുദ്രാവാക്യം. ഓക്കെ, അത് പിള്ളേരെ, അതിന്റെ അർത്ഥം വിപ്ലവം വിജയിക്കട്ടെ എന്ന്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഓക്കെ, സാൻ ഫ്രാൻസിസ്കോയിലാണ് ആസ്ഥാനം. ആദ്യത്തെ സെക്രട്ടറി ലാലാ ഹർദയാൽ. ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ
സ്വഹൻ സിംഗ് ഭഗ്നയാണ്. സ്വഹൻ സിംഗ് ഭഗ്നയാണ് സ്ഥാപക പ്രസിഡന്റ്. ഓക്കെ അല്ലടാ? ഓക്കെ 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 ഓക്കെ. ഹോം റൂളിന്റെ മീനിങ് സ്വയംഭരണം എന്നാണ്. സ്വയംഭരണം. ഓക്കെ, സ്വയംഭരണം എന്നാണ് ഹോം റൂളിന്റെ മീനിങ്. ഓക്കെ. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ആരെന്നറിയാവോ? സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അടുത്ത്, താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ ജേണൽ ഏതെന്നാണ് ചോദ്യം. ബാലഗംഗാധര തിലകന്റെ പത്രം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. മറാത്ത. മറാത്ത മറാത്ത ഏത് ലാംഗ്വേജാ? മറാത്ത ഏത് ലാംഗ്വേജാ? മറാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, അല്ലെ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഓക്കെ. ഈ പുള്ളിക്ക് വേറൊരു പത്രം കൂടെ ഉണ്ടായിരുന്നു. ഏതാ പത്രം? ഈ പുള്ളിയുടെ മറ്റൊരു പത്രമാണ് കേസരി, അല്ലേ? കേസരി. കേസരി ഇദ്ദേഹത്തിന്റെ പത്രമാണ്, കേസരി. ഓക്കെ, കേസരി ഏത് ലാംഗ്വേജിലായിരുന്നു? കേസരി കേസരി മറാത്തി ഭാഷയിൽ. കേസരി മറാത്തി ഭാഷയിൽ. കേസരി മറാത്തി ഭാഷയിലും ഓക്കെ, മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ് കേട്ടോ. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ഓക്കെ. ഇനി ആ ബാക്കി പത്രങ്ങൾ നോക്കി പറഞ്ഞു. ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെ പത്രമാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ പത്രമാണ്, അല്ലെ? ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ പത്രമാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ പത്രമാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, അതുപോലെ ഹരിജൻ. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ, ഹിന്ദു സ്വരാജ്, ഇതൊക്കെ ആരുടെ പത്രങ്ങളാണ്? നവജീവൻ. നവജീവൻ ഇതെല്ലാം ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ, ഹിന്ദു സ്വരാജ്, നവജീവൻ, ഇതൊക്കെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഇതെല്ലാം ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഇന്ത്യൻ മിറർ എന്ന പത്രം ആരുടേതാണ്? ഇന്ത്യൻ മിറർ എന്ന പത്രം ആരുടേതാണ്? ഇന്ത്യൻ മിറർ. അവളുടെ ഇന്ത്യൻ മിറർ എന്ന പത്രം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഇന്ത്യൻ മിറർ എന്ന പത്രം. ഇന്ത്യൻ മിറർ എന്ന പത്രം ആരുടേതാണ്? ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഇന്ത്യൻ മിറർ എന്ന പത്രം. ഇന്ത്യൻ മിറർ എന്ന പത്രം ദേവേന്ദ്രനാഥ ടാഗോറിന്റെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ യങ് ഇന്ത്യയും ന്യൂ ഇന്ത്യയും തമ്മിൽ മാറിപ്പോകരുത്. യങ് ഇന്ത്യ ഗാന്ധിജിയുടേതും ന്യൂ ഇന്ത്യ കോളടത്തോ? ന്യൂ ഇന്ത്യ ആരുടേതാ? ന്യൂ ഇന്ത്യ ആനി ബസന്റേതാണ് കേട്ടോ. യങ് ഇന്ത്യ ഗാന്ധിജി, ന്യൂ ഇന്ത്യ ആനി ബസന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കടാ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? പരിഷ്കരിച്ച ക്വസ്റ്റ്യൻ ആണ്. വട്ടമേശ സമ്മേളനത്തേക്ക് അവർ മാറ്റിയിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കൊടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ. 3ലും പങ്കെടുത്ത ഡോക്ടർ BR അംബേദ്കർ ആണ്. 3ലും പങ്കെടുത്ത വ്യക്തി BR അംബേദ്കർ ആണ്. ഓക്കെ. അപ്പൊ അവിടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹം മാത്രമല്ല 3ലും പങ്കെടുത്ത ഒരാളുടെ പേര് ഓർത്ത് വെച്ചോണം. തേജ് ബഹാദൂർ സപ്രു, അല്ലേ? തേജ് ബഹാദൂർ സപ്രുവും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 3ലും പങ്കെടുത്തിട്ടുണ്ട്, അല്ലെ? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത പ്രധാനപ്പെട്ട 2 ദേശീയ നേതാക്കളാണ് BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രു. ഓക്കെ, ശരി. ഇനി അടുത്ത് ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങളൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, 30, 31, 32. ഓക്കെ. എവിടെ വെച്ചിട്ടാ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നേ? 30, 31, 32. അതായത് 1, 2, 3. ഓക്കെ. എവിടെ വെച്ചിട്ടാ? ലണ്ടനിൽ വെച്ചിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഓക്കെ. ഇനി പറഞ്ഞേ, ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആരാണ് വൈസ്രോയി? ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആരാണ് വൈസ്രോയി? അപ്പോൾ ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ 30ലെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇർവിനാണ് വൈസ്രോയി. ഇർവിൻ പ്രഭുവാണ് വൈസ്രോയി. ഓക്കെ. 2ാമത്തെയും 3ാമത്തെയും വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആരാണ് വൈസ്രോയി? വളരെ 2ാമത്തെയും 3ാമത്തെയും വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആരടാ? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഓക്കെ. ആദ്യത്തെ വട്ടമേശ സമ്മേളനം ഇർവിൻ, 2ാമത്തെയും 3ാമത്തെയും വട്ടമേശ സമ്മേളനം വെല്ലിംഗ്ടൺ. ഓക്കെ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നമുക്ക് ചോദിക്കാറുണ്ട്. 2ാം വട്ടമേശ സമ്മേളനം. ഓക്കെ. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഗാന്ധിജി പങ്കെടുത്ത 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഗാന്ധിജി, സരോജിനി നായിഡു ഒക്കെ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നടാ? ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് മദൻ മോഹൻ മാളവിയാണ് ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ്. ഓക്കെ. 2ാം വട്ടമേശ സമ്മേളനത്തില് ഈ പറയുന്ന സർദാർ KM പണിക്കരും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ.
രണ്ടാം വട്ടമേൽ സമ്മേളനത്തിൽ സർദാർ KM പണിക്കര് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാം കിട്ടിയാടാ? എല്ലാം കിട്ടിയ? എല്ലാം കിട്ടി. ഓക്കെ, ശരി, എല്ലാ പോയിന്റും കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ലിത്ഗോയാണ്. ആരാണ്? ലിൻ ലിത്ഗോയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ലിത്ഗോയാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ പിള്ളേരെ. ഓഗസ്റ്റ് ഓഫർ, അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്സ് മിഷൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഞാൻ പറഞ്ഞുതരാം, ഫുള്ള് കേട്ടിട്ട് പഠിച്ചാൽ മതി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ഓക്കെ, പക്ഷെ അത് പാസ്സാകുന്നത് 37 മനസ്സിലായത്? നമുക്കത് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാകുന്നത് 37 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാകുന്നത് 37 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ, മനസ്സിലായി? അതായത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവതരിപ്പിക്കുമ്പോൾ, ഓക്കെ, അതായത് 35 ഇത് അവതരിപ്പിക്കുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടണും, ഇത് പാസ്സാകുമ്പോൾ 37 ഇത് പാസ്സാകുമ്പോൾ വൈസ്രോയി ആരാണ്ടാ? ലിൻ ലിത്ഗോയാണ്. മനസ്സിലായി? അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാകുമ്പോൾ വൈസ്രോയി ലിൻ ലിത്ഗോയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ്ട? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോഴുള്ള വൈസ്രോയി ആരാണ്? അതും ലിൻ ലിത്ഗോയാണ്. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാണ്? അതും ലിൻ ലിത്ഗോയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ വൈസ്രോയും ആരാണ്? ലിൻ ലിത്ഗോയാണ്. മനസ്സിലായാൽ ഇത്രയും കാര്യങ്ങള്? ക്വിറ്റ് ഇന്ത്യ സമരം, ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാകുമ്പോഴൊക്കെ വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോയാണ്. എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവതരിപ്പിക്കുന്ന സമയത്ത് 35 അവതരിപ്പിക്കുന്ന സമയത്ത് ആരാണ് വൈസ്രോയി എന്ന് കേട്ട് കഴിഞ്ഞാല്? വില്ലിംഗ്ടൺ. ആരാണ്ട? വില്ലിംഗ്ടൺ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അല്ല ഇങ്ങനെ പഠിച്ചാൽ മതി. പാസ്സാകുമ്പോൾ വില്ലിംഗ്ടണും, നിലവിൽ വരുമ്പോൾ, സോറി കേട്ടോ, നിലവിൽ വരുമ്പോഴാണ്. പാസ്സാകുമ്പോൾ നിലവിൽ വരുമ്പോൾ. ഓക്കെ, പാസ്സാകുമ്പോൾ വില്ലിംഗ്ടണും, 35 പാസ്സാകുമ്പോൾ വില്ലിംഗ്ടണും, നിലവിൽ വരുമ്പോൾ ലിൻ ലിത്ഗോയ് കേട്ടോ. നിലവിൽ വരുമ്പോൾ ലിൻ ലിത്ഗോയ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ക്രിപ്സ് മിഷൻ ഏത് വർഷമാ വന്നേ? ക്രിപ്സ് മിഷൻ ഏത് വർഷമാ വന്നേ? പിള്ളേരെ, ക്രിപ്സ് മിഷൻ 1942 വന്നേ. ഓക്കെ, ഈ ക്രിപ്സ് മിഷൻ എന്തിനാ വന്നേ? അവരെന്തിനാ വന്നേ? ക്രിപ്സ് മിഷൻ എന്തിനാ വന്നേ? 1, 2, 3 നമ്മൾ നമ്പർ കളിക്കുക. കാര്യം പറ പിള്ളേരെ അങ്ങോട്ട്. ഓക്കെ, എന്തുവാ? രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ആരാ അവന്മാരെ പറഞ്ഞയച്ചത്? ഈ ക്രിപ്സ് മിഷനെ അയച്ചതാരാ? സ്റ്റഫോർഡ് ക്രിപ്സ് അധ്യക്ഷനായിട്ടുള്ള കോലെടുത്തോ. വളരെ ക്രിപ്സ് മിഷനെ പറഞ്ഞയക്കുന്നത് ആരാ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. മനസ്സിലായ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ് ഈ പറയുന്ന ക്രിപ്സ് മിഷനെ പറഞ്ഞയക്കുന്നത് അല്ലേ? അപ്പൊ ഈ ക്രിപ്സ് മിഷനെ നമ്മളെ ഗാന്ധിജി ഒരു കളിയാക്കിയൊരു പേരങ്ങ് വിളിച്ചു. എന്താണ്? തകർന്ന ബാങ്കില് മാറാൻ കൊടുത്ത പിൻ തീയതിയിട്ട ചെക്ക്. മനസ്സിലായ? തകർന്ന ബാങ്കില് മാറാൻ കൊടുത്ത പിൻ തീയതിയിട്ട ചെക്ക് എന്നാണ് എന്തിനെ വിളിച്ചത്? ഈ ക്രിപ്സ് മിഷൻ ആര് വിളിക്കുന്നത് പിള്ളേരെ? ഗാന്ധിജി വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ക്രിപ്സ് മിഷൻ 1942 വരുന്നത്. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ എന്ത് ആവശ്യപ്പെട്ടുകൊണ്ട്, പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ ഗാന്ധിജി, സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്ന അധ്യക്ഷൻ, ഗാന്ധിജി ഇതിന് എന്തെന്ന് വിളിച്ചതാ? ഗാന്ധിജി വിളിച്ചു ഈ തകർന്ന ബാങ്കില് മാറാൻ കൊടുത്ത പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഏതിനെ വിളിക്കുകയാണ്? ഈ പറയുന്ന ക്രിപ്സ് മിഷനെ വിളിക്കുകയാണ്. ഓക്കെ അല്ലടാ? ഓക്കെ, ശരി. ഇനി ഇവിടെ നോക്കിയോ. ക്വിറ്റ് ഇന്ത്യ ഒക്കെ ബാക്കി അറിയില്ല. ക്വിറ്റ് ഇന്ത്യ 1942 ക്വിറ്റ് ഇന്ത്യ ദിനം ഏതാ? ക്വിറ്റ് ഇന്ത്യ ദിനം ഏതാ? ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്?
ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായണനാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി അല്ലേ? അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, ഇനി അടുത്ത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആരാണ്ട? അത് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. 1942 ഓഗസ്റ്റ് 8-ന് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നാണ് രജില പറഞ്ഞോ സർ, പിന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞില്ലേ, അതെന്തേനു സർ? എന്നോട് മറന്നുപോയി. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് മറ്റേ ഇർവിൻ പ്രഭു ഇതിനെ വിശേഷിപ്പിച്ചത്. ഉപ്പ് സത്യാഗ്രഹത്തില്ലടാ, സിവിൽ നിയമലംഘനത്തെ വിശേഷിപ്പിച്ചതാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഓക്കെ സർ. എന്റെ ചായക്കോപ്പ കണ്ടപ്പോഴാണോ അത് ഓർമ്മ വന്നത്? അല്ല, എനിക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ചൂടുള്ള നീ കുടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് തൊണ്ട പേനെടുക്കും. അതാണ് നിങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് ഒരു പണിയൊന്നുമില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാത്രമേ ചായ അങ്ങനെ നിങ്ങൾ കുടിക്കാറുള്ളൂ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതുകൊണ്ടൊരു ചോദ്യം കിട്ടില്ല. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് ഇർവിൻ വിശേഷിപ്പിച്ചത് നിയമലംഘന പ്രസ്ഥാനത്തെയാണ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ, അപ്പൊ ഗാന്ധിജി ഈ ഉപ്പ് സദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറഞ്ഞേ? ഗാന്ധിജി എന്ത് പറഞ്ഞടാ? ഉപ്പ് സദ്യയല്ല, ഈ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഗാന്ധിജി അല്ലേ? ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത് യൂസഫ് മെഹ്റാലിയാണ് കേട്ടാ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത് യൂസഫ് മെഹ്റാലിയാണ് കേട്ടാ. യൂസഫ് മെഹ്റാലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത്. യൂസഫ് മെഹ്റാലിയാണ് സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞത്. യൂസഫ് മെഹ്റാലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത് യൂസഫ് മെഹ്റാലിയാണ്. ഓക്കെ, ലെഫ്റ്റ് ആയിട്ട് വാ. ഗാന്ധിജി പറഞ്ഞു ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മനസ്സിലായില്ലേ? ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അത് മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് ഗാന്ധിജി പ്രചാരണം നടത്തിയത് തന്റെ ഹരിജൻ പത്രത്തിലൂടെയാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഗാന്ധിജി പ്രചാരണം നടത്തിയത് ഹരിജൻ പത്രത്തിലൂടെയാണ്. മനസ്സിലായ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഗാന്ധിജി പ്രചാരണം നടത്തിയത് ഹരിജൻ പത്രത്തിലൂടെയാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അത് മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ പിടിച്ചോണ്ടോയി അല്ലേ? ഗാന്ധിജിയെ പിടിച്ചോണ്ടോയി ഏത് ജയിലിലായിട്ടത്? ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് ഏത് ജയിലില്ല? പിള്ളേരെ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് ആക്കിയത് ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ കൊണ്ടിട്ടത് കേട്ടോ. ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ഓക്കെ, ഇനി 1932 കമ്മ്യൂണൽ അവാർഡ് ഉണ്ടല്ലോ. 1932 കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി സമരം നടത്തിയായിരുന്നു, പ്രതിഷേധം നടത്തിയായിരുന്നു. അപ്പോഴും ഗാന്ധിജിയെ പിടിച്ചോണ്ട് പോയായിരുന്നു. അപ്പോഴെവിടെ കൊണ്ടിട്ടത്? 32 കമ്മ്യൂണൽ അവാർഡ് 32 കമ്മ്യൂണൽ അവാർഡിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ഗാന്ധിജിയെ കൊണ്ടിട്ടത് യർവാദ ജയിലിലാണ് കേട്ടോ. യർവാദ ജയിൽ. ഓക്കെ, ഈ യർവാദ ജയിൽ എവിടെയാണെന്ന് അറിയാവോ? യർവാദ ജയിലും പൂനെയിൽ തന്നെയാണ് കേട്ടോ. ഈ ആഗാഖാൻ കൊട്ടാരം ആയാലും യർവാദ ജയിലായാലും ഇതെല്ലാം എവിടെ തന്നെയാണ്? പൂനെയിൽ തന്നെയാണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ടുള്ളത് ഈ യർവാദ ജയിലിലാണ്. മനസ്സിലല്ലേ? ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ടുള്ളത് യർവാദ ജയിലിലാണ്. ഓക്കെ, ഈ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവം ഉണ്ട്. ഏതാണ്? വീണ്ടും ഉപ്പ് സത്യാഗ്രഹം. ഇതാണ് ഉപ്പ് സത്യാഗ്രഹിക്കരുതെന്ന് ഈ രജിലയുടെ കാര്യം. കേരളത്തില് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടെടുത്തൊരു സംഭവം ഉണ്ട്. ഏതാണ്? അതാണ് കീഴറിയൂർ ബോംബ് കേസ്. കീഴറിയൂർ ബോംബ് കേസ് കേട്ടാ. കീഴറിയൂർ ബോംബ് കേസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കേരളത്തില് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. കീഴറിയൂർ ബോംബ് കേസ് ഏത് ജില്ലയിലാണ് നടന്നേ? പിള്ളേരെ, അത് കോഴിക്കോട്. ബോംബ് കേസ് നടന്നതിനാണോ ഇങ്ങനെ ലൗഡുന്നേ? കോഴിക്കോട് സ്വന്തം ജില്ലയെന്നും പറഞ്ഞിട്ട്. ഓക്കെ, കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയില് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? പിള്ളേരാണ് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് KB മേനോൻ. ആരാണ്ട? KB മേനോൻ ആണ് എന്ത് ചെയ്ത് നേതൃത്വം കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാടാ.
ഓക്കെ, ക്വിറ്റ് ഇന്ത്യ ദിനത്തെ കുറിച്ച് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. ഓക്കെ, 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആര് പാസ്സാക്കുന്നേ? അല്ല, ആര് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത് അല്ലെ. 1942 ഓഗസ്റ്റ് 8 ഈ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം, സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം, ഇതിന്റെയൊക്കെ സൃഷ്ടാവാണ് യൂസഫ് മെഹ്റ അലി. ഹരിജൻ പത്രം വഴിയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് ഉള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത്. ഇനി ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് കൊണ്ടാക്കിയത് ഈ പറയുന്ന ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ആഗാഖാൻ കൊട്ടാരം പൂനെയിലെ ജയിലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ 32 കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് താമസിപ്പിച്ചത് യർവാദ ജയിലിലാണ്. ഗാന്ധി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചിട്ടുള്ള ജയിലാണ് യർവാദ ജയിൽ കേട്ടാ. ഓക്കെ, ഇനി കേരളത്തില് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. നേരത്തെ നടത്തിയ വ്യക്തിയാണ് കെ ബി മേനോൻ കേട്ടോ. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം എവിടാ? PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കെന്നാണ് ചോദ്യം. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. PSC സംസ്ഥാന PSC ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ സംസ്ഥാന PSC മെമ്പറെയും ചെയർമാനെയൊക്കെ നിയമിക്കുന്ന ആരാണ്ട? നിയമിക്കുന്നത് ഗവർണറാണ്. മനസ്സിലായില്ലേ? എന്നാൽ അവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്ന ആരാണ്ട? രാഷ്ട്രപതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഓർത്തോണം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറും. നീക്കം ചെയ്യുന്ന ആരാണ്ട? നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം, അതായത് നമ്മുടെ ഈ ഭരണഘടനാ പരാമർശമുള്ള, അത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലെയും അംഗങ്ങളെയും ചെയർമാനെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് നമ്മുടെ രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. മനസ്സിലായ? ഇത് നമ്മുടെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് PSC. നമ്മുടെ സംസ്ഥാന PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും എന്താണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിലെയും അംഗങ്ങളെയും ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അത് ഈ പറയുന്ന ഗവർണറാണ്. പക്ഷെ ഇവരെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ശ്രുതി ഓഡിയോ ഓണാണ്. ഓക്കെ, നീക്കം ചെയ്യുന്ന പ്രസിഡന്റ്, രാജിക്കത്തൊക്കെ ഗവർണർക്കാണ്. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? മൗലിക കടമകൾ വളരെ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മൗലിക കടമകൾ USSR നിന്നാണല്ലേ. മൗലിക കടമകൾ USSR നിന്ന്, അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മൗലിക അവകാശങ്ങൾ അമേരിക്ക. കടമകള് സോവിയറ്റ് യൂണിയൻ. ഓക്കെ ആണല്ലോ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ, അയർലാൻഡ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് അല്ലേ. ഓക്കെ, അത് മൂന്നും ചോദിക്കും കേട്ടോ. മൗലിക കടമകള് സോവിയറ്റ് യൂണിയൻ ആണ്, മൗലിക അവകാശങ്ങള് അമേരിക്കയാണ്, മാർഗനിർദ്ദേശക തത്വങ്ങള് അയർലാൻഡാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതാണ് പിള്ളേരെ? അയർലാൻഡാണ് കേട്ടോ, അയർലാൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണെന്നറിയോ? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയത്? വളരെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഉൾപ്പെടുത്തിയത്. 1976 42ാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ആരുടെ പ്രധാനമന്ത്രി? ആരാ?
ഇന്ദിരാഗാന്ധി 76-ലെ 42-ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടുന്നതിന് ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ അത് ഓർത്തിരിക്കുക വളരെ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം. എടാ, വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, മിസ്റ്റേക്ക് പറ്റല്ലേ ഇതില്. ഓക്കെ, വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസഭ അംഗങ്ങളിൽ നിന്ന് ഒരാളെയാണ് വൈസ് ചെയർമാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, രാജ്യസഭ മെമ്പേഴ്സിൽ നിന്ന് ഒരാളെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. അതായത് രാജ്യസഭ അംഗമാകാനുള്ള പ്രായം എത്രയാണോ അതാണ് ആൻസർ. 30 ആൻസർ കേട്ടോ, 30 ആൻസർ. ഓക്കെ, ശരി. ഇനി പെട്ടെന്ന് പറഞ്ഞോണേ. വോട്ട് ചെയ്യാൻ പ്രായം പറ. വോട്ട് ചെയ്യാൻ പ്രായം. വോട്ട് ചെയ്യാൻ 18. ഓക്കെ, ഇനി നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണം. അതായത് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആകണം, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മേയർ ആകണം, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, കൗൺസിലർ ആകണം. കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരങ്ങളിലെ വാർഡ് മെമ്പറെ പറയുന്ന പേരാണ് കൗൺസിലർ. ഇതൊക്കെ നിങ്ങൾക്ക് ആകണമെങ്കിൽ എത്ര വയസ്സ് വേണം പിള്ളേരെ? നിങ്ങൾക്ക് 21 വയസ്സ് വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് അതിലെ പദവികൾ എത്തണമെങ്കിൽ നിങ്ങൾക്ക് 21 വയസ്സ് വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് MLA ആവണം. MLA സംസ്ഥാന മന്ത്രി, മുഖ്യമന്ത്രി. MLA സംസ്ഥാന മന്ത്രി, മുഖ്യമന്ത്രി. ഓക്കെ, നിയമസഭ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ഇതൊക്കെ ആകണം എത്ര വയസ്സ് വേണം? കാരണം നിയമസഭയിൽ നിന്ന് ഒരാളല്ലേ നിയമസഭ സ്പീക്കർ ആകുന്നത്. നിയമസഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആകണമെങ്കിൽ എത്ര വയസ്സ് വേണം പിള്ളേരെ? 25 വയസ്സ്. MLA, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രി, നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഇതൊക്കെ ആവണമെങ്കിൽ 25 വയസ്സാണ്. ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാ? പെട്ടെന്ന് പറ. ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറാണ് M. ഷംസീർ ആണ് ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ. ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ? ആരാ? ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ചോദിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അല്ലേ? ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ? ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലോകസഭയിലേക്ക് മത്സരിക്കണം. ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം വളരെ, ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം 25. ഓക്കെ, അതായത് ലോകസഭയിൽ മത്സരിക്കാൻ വേണ്ട പ്രായം 25. പ്രധാനമന്ത്രിയാകാൻ 25 വയസ്സ്, കേന്ദ്രമന്ത്രിയാകാൻ 25 വയസ്സ്, ലോകസഭ സ്പീക്കറാകാൻ 25 വയസ്സ്, ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറാകാൻ 25 വയസ്സ്. മനസ്സിലായ? അതായത് 25 വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും എത്താം. ഓക്കെ അല്ലേ? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ലോകസഭാ അംഗം, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഇതൊക്കെ ആകണമെങ്കിൽ 25 വയസ്സ്. ഓക്കെ, ശരി. 30 ആർക്ക് രാജിക്ക് 25 വയസ്സുണ്ടാ? 25 വയസ്സുണ്ടായാൽ മാത്രം കാര്യമില്ല, പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം, കുറച്ച് ഉടായ്പൊക്കെ അറിയണം കേട്ടാ. ചവിട്ടി താഴ്ത്താനും തലയിൽ കയറാനും പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഒക്കെ ഉള്ള അറിവ് വേണം. ഓക്കെ, ശരി. ഓക്കെ, ശരി. അടുത്ത 30 വയസ്സുണ്ടെങ്കിൽ നമുക്ക് എന്താകാടാ? 30 വയസ്സുണ്ടെങ്കിൽ നമുക്ക് രാജ്യസഭാ അംഗവും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആകാം. പക്ഷെ രാജ്യസഭ ചെയർമാൻ ആവാൻ പറ്റൂല. മനസ്സിലായില്ല? നമ്മൾ 25 വയസ്സുണ്ടെങ്കിൽ നമുക്ക് ലോകസഭ സ്പീക്കർ ആവാന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് രാജ്യസഭ ചെയർമാൻ ആകാൻ പറ്റൂല. കാരണം രാജ്യസഭ ചെയർമാൻ ആകണമെങ്കിൽ ഉപരാഷ്ട്രപതി ആകണം. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഗവർണർ. എത്ര വയസ്സ് വേണം? 35 വയസ്സ് വേണം. ഓക്കെ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഗവർണർ. എത്ര വയസ്സ് വേണം പിള്ളേരെ? 35 വയസ്സ് വേണം. 35 വയസ്സ്. ഓക്കെ, സെറ്റല്ലേടാ? ശരി, ഇങ്ങോട്ട് നോക്കിയോ. വോട്ട് 18. വോട്ട് ചെയ്യാൻ പ്രായം 18. ഓക്കെ, അവിടെ ഒരു ഭേദഗതി ഞാൻ പറഞ്ഞോട്ടെ. 18 ആക്കി ഭേദഗതി എന്ന് പറഞ്ഞോട്ടെ. ഏതാ ഭേദഗതി? എടാ, 89 നമ്മുടെ രാജീവ് ഗാന്ധിയാണ് ഈ പ്രായം കുറച്ചത് കേട്ടാ. 89 61-ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ഓക്കെ, 21 നിന്ന് 18 കുറച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ വോട്ട് ചെയ്യാൻ 18, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ, അതായത് അതുമായി ബന്ധപ്പെട്ട പദവികളിലേക്ക് എത്തിച്ചേരാൻ 21 വയസ്സ്. ഓക്കെ, മറ്റേ കാര്യം മറക്കണ്ട, നഗരങ്ങളില് വാർഡ് മെമ്പർ അറിയപ്പെടുന്ന പേര് കൗൺസിലർ എന്നാണ് അല്ലേ? കൗൺസിലർ. ഓക്കെ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് പകരം അവിടെ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേര് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്നാണ് കേട്ടോ. ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്നാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് നമ്മളെ നിയമസഭ, അതുമായി ബന്ധപ്പെട്ട പദവികളെല്ലാം 25,
ലോകസഭ അതുമായി ബന്ധപ്പെട്ട പദവികളെല്ലാം 25, രാജ്യസഭ അംഗവും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനും 30, അതുപോലെ രാജ്യസഭാ ചെയർമാൻ, അതായത് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഗവർണർ, ഈ പദവികൾക്ക് എത്ര വയസ്സ് വേണം പിള്ളേരെ? 35 വയസ്സ് വേണം. 35 വയസ്സ്. ഓക്കെ 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 ഉള്ള നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ബാലവേലയുടെ ഏജ് ലിമിറ്റ് 14 വയസ്സ്. ബാലവേല 14, പോക്സോ നിയമം 18, ബാലവേല 14. ഓക്കെ. ആരോഗ്യകിരണം 18, താലോലം പദ്ധതി 18. ഓക്കെ, താലോലം പദ്ധതി 18. വയോമിത്രം പദ്ധതി 65. എന്നാൽ 2007 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം മുതിർന്ന പൗരൻ 60 വയസ്സ്. ഓക്കെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കാൻ 18 വയസ്സ്. 18 വയസ്സ്. ഓക്കെ, ശരി. അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നോക്കിക്കോ, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളാര്? വളരെ എളുപ്പമുള്ള അവസരമാണ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആള് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആള്. ഓക്കെ. എടാ, എപ്പോഴാ ഈ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്? പെട്ടെന്ന് പറഞ്ഞേടാ, ഏത് ഡേറ്റിലാണ് നിയമിച്ചത്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം, തീയതി ആർക്ക് പറയാം? 1947 ഓഗസ്റ്റ് മാസം 29 ആണ് 46 കമ്മിറ്റിയുടെ. 46 ഓഗസ്റ്റിലേക്ക് ഭരണഘടന നിർമ്മാണ സഭ നിലയിൽ വന്നാടാ. ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വാ, വയ്യ നിങ്ങൾക്ക്. ഓക്കെ. 47 ഓഗസ്റ്റ് 26. 47 ആര്? വിഷ്ണുവാ? 47 ഓഗസ്റ്റ് 29-നാണ്. 47 ഓഗസ്റ്റ് 29-നാണ് എന്ത് നിലയിൽ വരുന്നത്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലയിൽ വരുന്നത്. ഓക്കെ. ലെഫ്റ്റ് ആയിക്കോട്ടെ. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7 അംഗങ്ങൾ. 7 അംഗങ്ങൾ. ഇപ്പൊ 3 പേരെ പേര് ഇപ്പൊ തന്നെ കിട്ടിയേ. ചെയർമാനായിട്ടുള്ള അംബേദ്കർ, പിന്നെ KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. നമ്മൾ അയ്യർ പഠിച്ചോണ്ടേ പിള്ളേർ, അയ്യർ പഠിച്ചോണ്ട് നമുക്കൊരു അയ്യങ്കാരനെ പഠിക്കാം. N ഗോപാലസ്വാമി അയ്യങ്കാർ. 4ാമത്തെ ആള് N ഗോപാലസ്വാമി അയ്യങ്കാർ. ഓക്കെ. അവ 4 പേരായേ. അതായത് അംബേദ്കർ, മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യറും N ഗോപാലസ്വാമി അയ്യങ്കാറും. ഓക്കെ. അപ്പൊ അയ്യറും അയ്യങ്കാറും ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു മുസ്ലിമിനെ പഠിക്കാം. മുസ്ലിമിന്റെ പേരെന്താ? TT DP ഒക്കെ പറയാടേ. ആരാ? മുഹമ്മദ് സാദുള്ള. 5 പേരെ പഠിച്ചു. ഓക്കെ. ഇനി അടുത്ത 2 ആർക്കല്ല പേര് പഠിക്കുമ്പോൾ 2 എക്സ്ട്രാ പോയിന്റ് പഠിക്കാറുണ്ട്. 6ാമതായിട്ട് BL മിത്തൽ എന്ത് ചെയ്തടാ? BL മിത്തല് രാജിവെച്ചു പോയി അല്ലേ? BL മിത്തൽ രാജിവെച്ചു പോയി. ഓക്കെ. BL മിത്തൽ രാജിവെച്ച് പോയപ്പോഴ് പകരം വന്ന വ്യക്തിയാണ് N മാധവറാവു. മിത്തല് പോയി. മീമ. മിത്തല് പോയി മാധവം വന്നു കേട്ടോ. മീമ. ഓക്കെ. ഇനി അടുത്ത് 7ാമത്തെ ആളുടെ പേര് DP കെയ്ത്താൻ. കായാണ്, നഖത്തിന്റെ കാ. DP കെയ്ത്താൻ എന്ത് പറ്റിയടാ? DP കെയ്ത്താൻ എന്ത് ചെയ്തു? DP കെയ്ത്താൻ ഡെത്ത് ആയിപ്പോയി അല്ലേ? മരിച്ചുപോയി. ഓക്കെ. കെയ്ത്താൻ മരിച്ചുപോയ സമയത്ത് പകരം ആളായ വ്യക്തിയാണ് ആരാണ്? TT കൃഷ്ണമാചാരി. ഓക്കെ. TT കൃഷ്ണമാചാരിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു DP TT. ഓക്കെ. DP TT, അതായത് DPക്ക് പകരം TT. DP കെയ്ത്താന് പകരം TT കൃഷ്ണമാചാരി. അതുപോലെ മീമ കേട്ടോ. BL മിത്തലിന് പകരം N മാധവറാവു. ഓക്കെ. ഇതൊക്കെ പഠിക്കുക എളുപ്പമാണ്. നോക്കിയോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 47 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ? ഓക്കെ. അതിന്റെ ചെയർമാൻ ആരാടാ? ചെയർമാൻ ഇവിടെ പോയി. അംബേദ്കർ ചെയർമാൻ. ഓക്കെ. പിന്നെ KM മുൻഷി ഉണ്ടായിരുന്നു. പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ N ഗോപാലസ്വാമി അയ്യങ്കാർ. മുഹമ്മദ് സാദുള്ള. BL മിത്തലിന് പകരം ലെഫ്റ്റ് ആയിക്കോട്ടെ. ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ. BL മിത്തലിന് പകരം N മാധവറാവു. DP കെയ്ത്താൻ, TT കൃഷ്ണമാചാരി. ഓക്കെ. ക്ലിയർ ആണല്ലോ? ആനി തങ്കച്ചനുണ്ടായിരുന്ന ഇതില്? അല്ല സാറേ, ഞാനേ ലെഫ്റ്റ് ആയിക്കോട്ടെ, എനിക്ക് ബസ് വരാറായി കേട്ടോ. ഞാൻ അങ്ങോട്ട് പോവാ വീട്ടിലോട്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഈ 7 അംഗങ്ങളിൽ അത് 8ാമത്തെ ആള് ഞാനും എന്നുള്ള അർത്ഥത്തിലാണ് കമന്റ് ചെയ്യുന്നത്. അല്ല,
ചുമ്മാ വെക്കോ. ഓക്കെ, ശരിടാ. പിള്ളേർ പേര് പഠിച്ചാടേ? പിള്ളേരെ പഠിച്ചാ? ഓക്കെ. എടാ, ഈ ഇവരെല്ലാരും കൂടെ ഈ ഭരണഘടന എഴുതാനൊക്കെ എത്ര ദിവസം എടുത്തെന്ന് പറഞ്ഞേ? എത്ര ദിവസം എടുത്ത്? ഉം 2 വർഷം 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ, 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ, ഇത്രയും സമയം എടുത്തിട്ടാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ എഴുതി തയ്യാറാക്കി ഡ്രാഫ്റ്റ് ചെയ്തെടുത്തത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഏത് പിള്ളേരെ പെട്ടെന്ന് പറഞ്ഞേ? ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 25 അല്ലേ? ആർട്ടിക്കിൾ 25 പ്രകാരമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്നത് അല്ലെ? ആർട്ടിക്കിൾ 25 പ്രകാരമാണ്. ആർട്ടിക്കിൾ 25 പ്രകാരമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, എങ്കിൽ പറയടാ, നിങ്ങൾ പറ. 14 മുതൽ 18 വരെ എന്തിനുള്ള അവകാശം? 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. സമത്വം. ഓക്കെ, 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. ഓക്കെ, അടുത്ത് 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ, എടാ 23, 24 പിള്ളേരെ ചൂഷണത്തിനുള്ള അവകാശമല്ല, ചൂഷണത്തിനെതിരായ അവകാശമാണ്. ഇന്നലെ ഏതൊരു നോട്ട് നോക്കിയപ്പോൾ ചൂഷണത്തിനുള്ള അവകാശം ചൂഷണത്തിനുള്ള അവകാശമൊന്നും ഭരണഘടന തരുന്നില്ല. ചൂഷണത്തിനെതിരായ അവകാശമാണ് കേട്ടോ. ചൂഷണത്തിനെതിരായ അവകാശം. ഓക്കെ, ചൂഷണത്തിനെതിരായ അവകാശം. അടുത്ത് 25 മുതൽ 28 വരെ. അവിടെ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യം. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. ഓക്കെ, 29, 30 ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 29, 30 ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓക്കെ, 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയും. ഭരണഘടനാ പ്രതിവിധിയാണ് കേട്ടോ. ഭരണഘടനാ പ്രതിവിധി. ഓക്കെ, ശരി. ഇതിനകത്തുള്ള ആർട്ടിക്കിളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ പറയുന്നേ ഉള്ളൂ. 14, 15, 16, 17, 12 എല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് ചിലപ്പോൾ ചോദ്യം ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സെറ്റ് ആയിട്ടായിരിക്കും തരുന്നത്. ബാക്കിയുള്ള ആർട്ടിക്കിളൊക്കെ നോക്കിയിട്ട് പോകണം, ഓർമ്മയില്ലാത്തവർ. ഓക്കെ, അപ്പൊ 14, 18 സമത്വമാണ്. 19, 22 സ്വാതന്ത്ര്യമാണ്. 23, 24 ചൂഷണത്തിനെതിരായ അവകാശം. 25, 28 മതസ്വാതന്ത്ര്യം. 29, 30 ന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ അവകാശം. 32 കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിവിധി. ഓക്കെ, ചാടിച്ചാടി കമന്റ് ചെയ്യണേ. പെട്ടെന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ ചാടിച്ചാടി നിൽക്കണം. ഓക്കെ, അടുത്ത ദിവസം നോക്കടാ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തില് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് നടന്നത്? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, അതായത് പ്രധാനപ്പെട്ട ഒരു വേദിയായിരുന്നു അല്ലെ? നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വേദിയായിരുന്നു ഈ പയ്യന്നൂർ. പയ്യന്നൂർ ജില്ലയിലാണ്. നൗ ആർട്ടിക്കിൾ 31 ഇല്ല. ആർട്ടിക്കിൾ 31 44 ഭേദഗതി പ്രകാരം മാറ്റി സ്വത്തവകാശമായിരുന്നു. അതിനെ മാറ്റിയിട്ട് 300A കൊണ്ടുവച്ചിട്ടുണ്ട്. 300A. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. വളരെ പയ്യന്നൂരാണ്. ഓക്കെ, ശരി. ഈ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയത് ആരാണ്ടാ? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പനോടൊപ്പം കോഴിക്കോട് നിന്നാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് അല്ലേ? കോഴിക്കോട് നിന്ന് 32 പേരാണ് ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ എന്ത് ചെയ്തത്? പങ്കെടുത്തത്. 32 പേരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. കെ കേളപ്പനോടൊപ്പം മൊത്തത്തിൽ 32 പേര്. ഓക്കെ, 32 പേരാണ് പങ്കെടുത്തത്. ഓക്കെ, നമ്മുടെ ഈ കോഴിക്കോട് നിന്നായിരുന്നു ആ ഒരു ജാഥ വന്നത്. ആ ജാഥ വന്നിട്ട് എവിടെയാണ്? നമ്മുടെ പയ്യന്നൂരിലാണ് അത് അവസാനിച്ചത്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഉളിയത്ത് കടവ് എന്ന് പറയും. വളരെ ഉളിയത്ത് കടവ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രമാണ് ഉളിയത്ത് കടവ്.
ആ സ്ഥലത്ത് തന്നെയാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. ഉളിയത്ത് കടവ് കേട്ടോ, ഉളിയത്ത് കടവ്. ഓക്കെ, ഈ ഇതില് നമ്മുടെ ഈ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് വീര്യം പറയുന്ന ഒരു പാട്ടുണ്ട്. ഏതാണ്? ഏത് പാട്ടാ? വരിക 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 സഹചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന. ആരെഴുതിയതാ? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള എഴുതിയ ആ ഗാനമാണ് വരിക വരിക സഹചര്യയിലെ വരിക വരിക സഹചര്യ എന്ന ഗാനം അംശി നാരായണ പിള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്നായിക്കോട്ടെ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ശ്രീ ചിത്രനാൾ ബാലരാമവർമ്മ. ഡേറ്റ് ഒന്ന് പെട്ടെന്നായിക്കോട്ടെ, ഡേറ്റ് പെട്ടെന്നായിക്കോട്ടെ. 1936 നവംബർ 12. 36 നവംബർ 12. 36 നവംബർ 12. 36 നവംബർ 12. ആ സമയത്ത് ആരായിരുന്നു ഈ തിരുവിതാംകൂറിന്റെ ദിവാൻ? ആരായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? വളരെ സർ സി പി രാമസ്വാമി അയ്യർ. സർ സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ദിവാൻ. ഓക്കെ, സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ദിവാൻ. ഓക്കെ, ഈ ഒരു സംഭവം, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ നമ്മുടെ ഗാന്ധിജി വിളിച്ചു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിളിച്ചു, അല്ലെ? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിളിച്ചു. ഓക്കെ, 36 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ചോദ്യക്കാരിയായിരിക്കും. മലബാർ ഒന്ന് പറഞ്ഞിടാം. മലബാർ വളരെ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 47 ജൂൺ 2. 47 ജൂൺ 2 മലബാറില്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് കൊച്ചിയില് വളരെ കൊച്ചിയില് 47 ഡിസംബർ 20. കൊച്ചിയിൽ 47 ഡിസംബർ 20. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് കൊച്ചിയിലാണ്. അതുകൊണ്ട് കൊച്ചിയിൽ ഡിസംബർ മാസം 20-ാം തീയതി. ഓക്കെ, മലബാറിൽ 47 ജൂൺ 2. ഓക്കെ, ക്ലിയർ ആണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം, പിന്നെ തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ ഇതൊക്കെ അന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 32 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ സി ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്. ഗാന്ധിജിയുടെ, അല്ലേ? ഓക്കെ, ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി 1931 ഗുരുവായൂർ സത്യാഗ്രഹം. സെക്രട്ടറി കെ കേളപ്പൻ. ഇത് ചോദിച്ചതാണ്, വീണ്ടും ചോദിക്കും. സെക്രട്ടറി കെ കേളപ്പൻ. ഓക്കെ, സെക്രട്ടറി കെ കേളപ്പൻ. ഓക്കെ, ഇനി പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ NSS ആയി, അല്ലേ? ഇതിനെ തിരിച്ചിട്ടാൽ NSS ആയി. NSSല് പ്രസിഡന്റ് കെ കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തില് കെ കേളപ്പൻ സെക്രട്ടറി, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഇനി NSSന്റെ കാര്യത്തിലാണ്. NSS രൂപം കൊള്ളുന്ന സമയത്ത് മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി, കെ കേളപ്പൻ പ്രസിഡന്റ്. ഓക്കെ, വോളണ്ടിയർ ക്യാപ്റ്റൻ പറയണം. വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് മലപ്പുറം ജില്ലയിലെ താലൂക്ക്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് ജനഹിത പരിശോധന നടന്നത്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് 32 സെപ്റ്റംബർ 22 മുതൽ ഇദ്ദേഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സത്യാഗ്രഹം ആരംഭിച്ചു, അല്ലെ? സെപ്റ്റംബർ 22 മുതൽ സത്യാഗ്രഹം ആരംഭിക്കുകയും ഒക്ടോബർ 2 ഗാന്ധിജി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ സത്യാഗ്രഹം സെപ്റ്റംബർ 22 ആരംഭിച്ചത്. ഓക്കെ, ഗാന്ധിജി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലടാ? ഏതെങ്കിലും പോയിന്റ് ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറ എന്ന് പറയണം കേട്ടാ. ശരി, നെക്സ്റ്റ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാണ്? ഓക്കെ, വളരെ ലോർഡ് കഴ്സൺ, അല്ലെ? ലോർഡ് കഴ്സൺ ആണ് സമർപ്പിച്ചത്. ലോർഡ് കഴ്സൺ. ഓക്കെ,
ഒന്നാം ഈഴവ മെമ്മോറിയൽ, പെട്ടെന്ന് വർഷം പറ. ഈഴവർക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896. 891 മലയാളി മെമ്മോറിയലാണ്. 896 ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ പൽപ്പോ. നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ പൽപ്പോ. ഓക്കെ. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞേ. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം. ഓക്കെ, യു ക്യാൻ ലീവ്. പൊക്കോ. 13,176. 13,176 ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം. 13,176 ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം. ഓക്കെ. ഇനി അടുത്ത രണ്ടാം ഈഴവ മെമ്മോറിയൽ ഇത് ആർക്കാ സമർപ്പിച്ചു? ഒന്നാം ഈഴവ മെമ്മോറിയൽ. ഒന്നാം ഈഴവ മെമ്മോറിയൽ ആർക്കാ? ഒന്നാം ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ അല്ലേ? ശ്രീമൂലം തിരുനാളിനാണ് ഒന്നാം ഈഴവ മെമ്മോറിയൽ. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നതാണ് കഴ്സൺ. രണ്ടാം ഈഴവ മെമ്മോറിയൽ ഇവിടെ പറയുന്നുണ്ട് 1900 ലോർഡ് കഴ്സനാണ് സമർപ്പിക്കുന്നത്. ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 ഡോക്ടർ പൽപ്പോ. 13,176 പേര് ഒപ്പിടുന്നു. ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ചു. ഓക്കെ. ശരി, അടുത്ത ചോദ്യം. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ. EMSന്റെ ആത്മകഥ എന്ന് പറയണേ. EMSന്റെ ആത്മകഥ എന്താ? EMSന്റെ ആത്മകഥ എന്ന് തന്നെയാണ് അല്ലെ? EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ഓക്കെ. EMS ആരംഭിച്ച പത്രത്തിന്റെ പേര് പറഞ്ഞേ. EMS ആരംഭിച്ച പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ്. പ്രഭാതം എന്നാണ് EMS ആരംഭിച്ച പത്രത്തിന്റെ പേര്. ഓക്കെ. ഇനി EMSന്റെ കുറച്ച് കൃതികൾ നമുക്ക് ചർച്ച ചെയ്യാം. കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ ആടെ കൃതിയാണ്ട EMSന്റെ കൃതിയാണ്. ഓക്കെ. പിന്നെ സ്ഥിരം PSC ചോദിക്കുന്ന 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. ഓക്കെ. 1.25 കോടി മലയാളികൾ ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. 1.25 കോടി മലയാളികൾ ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ കൃതിയാണ്? ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഓക്കെ. കേരളം മലയാളികളുടെ മാതൃഭൂമി ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അതെ. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ഇങ്ങോട്ട് വാങ്ങോട്ട് ഹിസ്റ്ററി ഓഫ് പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ. അതുപോലെ തന്നെ ബെർലിൻ ഡയറി എന്ന കൃതിയുണ്ട്. ഓക്കെ. ക്ലിയർ ആണല്ലോ. അതുപോലെ കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി എന്ന കൃതിയുമുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓർമ്മ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇദ്ദേഹം നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. ഇതെല്ലാം ആരാണ്? EMS ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. അതും EMS ആണ്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ തന്നെയാണ്. ഇദ്ദേഹം ആരംഭിച്ച പത്രമാണ് പ്രഭാതം. ഇനി കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന കൃതി ആരുടേതാണ്ട്? ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഓക്കെ. അതുപോലെ 1.25 കോടി മലയാളികൾ എന്ന കൃതിയും ഇദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയും ഇദ്ദേഹത്തിൻ്റെതാണ്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. അതുപോലെ വേറെ ഉണ്ട് കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എന്ന കൃതിയും ഇദ്ദേഹത്തിൻ്റെതാണ്.
ബെർലിൻ ഡയറി എന്ന കൃതിയും ഇദ്ദേഹത്തിൻ്റെതാണ്. ബെർലിൻ ഡയറി ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി എന്ന കൃതിയും കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി എന്ന കൃതിയും ആരുടേതാണ്? ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഓക്കെ അല്ലടാ പിള്ളേരെ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കണം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അത് ശരിയായ പ്രസ്താവനയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. കൃഷി എന്നൊരർത്ഥം വരുമ്പോൾ ആൻസർ എടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത് അമേരിക്കൻ മോഡൽ ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി അല്ലേ? അത് തെറ്റാണ്. നമ്മുടെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരിൽ നിന്നാണ് നമ്മൾ ആശയം എടുത്തത്? USSRൽ നിന്നാണ് അല്ലെ? USSRൽ നിന്നാണ് നമ്മൾ ആശയം എടുത്തിരിക്കുന്നത്. USSRൽ നിന്നാണ്. ഓക്കെ, ശരി. ഇനി അത് മാത്രമല്ല, ഈ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്ന് പറഞ്ഞേടാ, ഡേറ്റ് ചോദിക്കാറുണ്ട്. ഏത് 15? 1950 മാർച്ച് 15 അല്ലേ? 1950 മാർച്ച് 15. ഓക്കെ, ഇവിടെ ആദ്യത്തെ ചെയർമാന്റെ പേര് പറയുന്നു. ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അല്ലെ? ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ചെയർമാൻ. ഓക്കെ, ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാ? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദയാണ്. ഓക്കെ, ഈ ആസൂത്രണ കമ്മീഷൻ 2015 ജനുവരി 1 എന്തായി മാറി? നീതി ആയോഗായി മാറി. ഓക്കെ, 2015 ജനുവരി 1 നീതി ആയോഗായി മാറി. ഓക്കെ, നീതി ആയോഗായി മാറി. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാൻ ആരാ? വളരെ ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാൻ മോദി, നരേന്ദ്ര ദാമോദർ ദാസ് മോദി അല്ലെ? നരേന്ദ്ര മോദിയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാൻ നരേന്ദ്ര മോദി. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ അവസാനത്തെ വൈസ് ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ആരാ പിള്ളേരെ? മൊണ്ടേക് സിംഗ് അലുവാലിയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ. ഓക്കെ, ക്ലിയർ ആണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പം 50 മാർച്ച് 15 USSRൽ നിന്നാണ് നമ്മൾ ആസൂത്രണം കടമെടുത്തിരിക്കുന്നത്. 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷൻ എന്തായി മാറുകയാണ്? നീതി ആയോഗായി മാറുകയാണ്. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യ ചെയർമാൻ നെഹ്റു, ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദ, അവസാന ചെയർമാൻ നരേന്ദ്രമോദി, അവസാനത്തെ വൈസ് ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയതാണ് ചോദ്യം? 143 രാജ്യങ്ങളാണ്. 143 രാജ്യങ്ങളില് ഇന്ത്യയുടെ സ്ഥാനം 126. ഓക്കെ, ഒന്നാം സ്ഥാനത്താരടാ? ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ് കേട്ടോ. ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ്. ഓക്കെ, ഇതൊക്കെ ക്യാൻസൽ ആക്കി. ഇത് ആരെങ്കിലുമൊക്കെ ചലഞ്ച് അടിക്കൂടാ. ഇതൊക്കെയാണ് കുഴപ്പം. ഈ PSC ഒരു പോക്ക് തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ്. അറിഞ്ഞുകൂടാത്ത ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കൂട്ടത്തുള്ള ഇതടിക്കും. ഈ ഓരോ മാർക്കിന്റെ വില എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് നമ്മൾ ചലഞ്ച് അടിക്കും. നിങ്ങളും ചെയ്യണം. നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത നിങ്ങളും ചലഞ്ച് അടിച്ച് പോയി. അല്ലാണ്ട് എന്തുവാ വെറുതെ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ഇല്ല, ഒരു മത്സര ബുദ്ധിയില്ല. ചുമ്മാ എങ്ങനെയെങ്കിലും ഉടായ്പാണ് ജോലി കയറുള്ള പരിപാടികളാണ്. ഓക്കെ, നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ് ചോദ്യം? അതായത് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിന് ഒന്നാം സ്ഥാനമുണ്ട് എന്നുള്ളത്. ഓക്കെ, കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്താണല്ലേ? കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്താണ്. വളരെ എത്ര പോയിന്റ് കിട്ടി കേരളത്തിനും ഉത്തരാഖണ്ഡിനും? എത്ര പോയിന്റാ കിട്ടിയത്? പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വളരെ പോയിന്റ് കിട്ടി 79 പോയിന്റ്. കേരളത്തിനും ഉത്തരാഖണ്ഡിനും 79 പോയിന്റ് കിട്ടി. ഓക്കെ, രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാടിന് 78 പോയിന്റുകൾ ലഭിച്ചു. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് 78 പോയിന്റ് ലഭിച്ചു. മൂന്നാം സ്ഥാനത്ത് ഗോവയാണ്. 77 പോയിന്റ് ലഭിച്ചു.
ഓക്കെ, അപ്പൊ ഒന്നാം സ്ഥാനത്ത് കേരളവും ഉത്തരാഖണ്ഡും. മനസ്സിലായി, കേരളവും ഉത്തരാഖണ്ഡുമാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഓക്കെ, 79 പോയിന്റ് ആണ് കേരളത്തിനും ഉത്തരാഖണ്ഡിനും ഉള്ളത്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് 78 പോയിന്റ് ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് ഗോവ 77 പോയിന്റ് ഉണ്ട്. ഏറ്റവും കുറവ് സുസ്ഥിര വികസന സൂചികയിൽ ഏറ്റവും അവസാനം കിടക്കുന്നത് ബീഹാറാണ്. ഏറ്റവും മോശം പ്രകടനം ബീഹാറാണ്. 57 പോയിന്റ് മാത്രമാണ് ബീഹാറിനുള്ളത്. 57 പോയിന്റ് മാത്രമാണ് ആർക്കുള്ളത്? ബീഹാറിനുള്ളത്. അപ്പൊ ഏറ്റവും ഒടുവിൽ ബീഹാറാണ് കേട്ടോ. ഓക്കെ, അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനിസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. മുഹമ്മദ് യൂനിസ് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ ശരിയാണ്. ബംഗ്ലാദേശിന്റെ നിയുക്ത പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നൊബേൽ സമ്മാന ജേതാവ് ശരിയാണ്. ഓക്കെ, അതായത് 1, 3 ആൻസർ. ഓപ്ഷൻ ഡി 1, 3 ആൻസർ. ഓക്കെ, അതായത് മുഹമ്മദ് യൂനിസ് 2006 ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിനാ? 2006 ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിന് ലഭിച്ചത്? സമാധാനത്തിനാണ് കേട്ടാ. ഈ ഗ്രാമീൺ ബാങ്ക് എന്ന് കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് വിചാരിക്കരുത്. ഓക്കെ, ഇദ്ദേഹത്തിന് സമാധാനത്തിനാണ് കിട്ടി. ഇദ്ദേഹത്തിന് പാവങ്ങളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. സമാധാനത്തിനാണ് ഇദ്ദേഹത്തിന് 2006 നൊബേൽ സമ്മാനം ലഭിച്ചത്. സമാധാനത്തിനാണ്. സമാധാനം, പീസ്. ഓക്കെ, അടുത്ത സെബിയുടെ പൂർണ്ണരൂപം. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം അല്ലെ? സെബിയുടെ പൂർണ്ണരൂപം. ഓക്കെ, സെബിയുടെ ആസ്ഥാനം എവിടെയാ? അവിടെ സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്. അല്ലേ? അപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ട്. RBI, SBI, സെബി, നബാർഡ്, BCCI, LIC. ഓക്കെ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ, പിന്നെ LIC. ഇത് ഇത്രയും എവിടെയാണ് പിള്ളേരെ? ഇതെല്ലാം മുംബൈയിലാണ് അല്ലെ? ഇതിന്റെ എല്ലാ ആസ്ഥാനം മുംബൈയാണ്. RBI, SBI, സെബി, നബാർഡ്, BCCI, LIC. RBI, SBI, സെബി, നബാർഡ്, BCCI, LIC ഇതിന്റെ എല്ലാം ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? മുംബൈയിലാണ്. ഇതിന്റെ എല്ലാ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ. അടുത്ത പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വന്തം മെഡലുകളുടെ എണ്ണം എത്ര പിള്ളേരെ? പിള്ളേരെ 40 വീതമാണ് നേടിയത്. ഓക്കെ, ശരി. നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്ത് ആരായിരുന്നു? പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക, USA ആയിരുന്നു അല്ലെ? USA ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഓക്കെ, പിള്ളേരെ മെഡൽ പട്ടിക നോക്കിക്കോ. 40, 44, 42. അതായത് 40, 44, 42 ഗോൾഡ്, സിൽവർ, ബ്രോൺസ്. ഓക്കെ, 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ടോട്ടൽ കൂട്ടി പറയടാ, എത്രയാണ് ടോട്ടല്? 126. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു? രണ്ടാം സ്ഥാനത്ത് ചൈന. ഓക്കെ, അത് എളുപ്പമാണ്. 40, 27, 24. 40, 27, 24. ടോട്ടൽ എത്ര? ആകെ മെഡലുകളുടെ എണ്ണം എത്ര? 91 അല്ലേ? 40, 27, 24 ടോട്ടല് 91. മൂന്നാം സ്ഥാനം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മൂന്നാം സ്ഥാനത്ത് ജപ്പാനാണ് മൂന്നാം സ്ഥാനം. ഓക്കെ, ജപ്പാൻ 20 സ്വർണം. ഓക്കെ, 27 അല്ല 12. 12 വെള്ളി, 13 വെങ്കലം. ഓക്കെ, ടോട്ടല് 45. ഓക്കെ, ക്ലിയർ ആണല്ലോ? 45. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. മനസ്സിലായില്ലേ? ആദ്യത്തെ 3 സ്ഥാനക്കാര് ഒന്ന് ഓർത്ത് വെച്ചോ പിള്ളേരെ. അമേരിക്ക 40, 44, 42 അല്ലേ? 40, 44, 42. നമ്മൾ എത്തണമെങ്കിൽ നമ്മളിനി ഏകദേശം 70 വരെയൊക്കെ പറയണം. നമ്മൾ 71 സ്ഥാനത്താണ്. ഓക്കെ, രണ്ടാമത് ചൈന 40, 27, 24. 40, 27, 24. നിങ്ങൾ ഈ 40 രണ്ടും ഓർത്ത് വെച്ചിരുന്നാൽ മതി പിള്ളേരെ. ഇവിടെ കിട്ടും ഒരു പ്രാസം കണ്ട. 40, 44, 42.
40, 27, 24. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കിക്കണ്ട 20, 12, 13. ജപ്പാൻ 20, 12, 13. ഇനി ഇന്ത്യ ഇങ്ങനെ വന്ന് 71 സ്ഥാനത്ത് അല്ലേ? 71 സ്ഥാനത്ത്. ഓക്കെ, 71 സ്ഥാനത്ത് 0, 1, 5, 0, 1, 5, 6. ഓക്കെ, ലോകത്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള നമ്മുടെ ഇന്ത്യ. ഓക്കെ, അങ്ങനെ 71 സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ശരി. വേടാ ഈ 25ാമത്തെ ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്കിപ്പം ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാം. രാത്രി നമുക്കിത് ബാക്കി എടുക്കാം കേട്ടോ. റിവിഷനൊക്കെ ഒന്ന് കേട്ടിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കേട്ടോ ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇതും 25ാം പറഞ്ഞിട്ട് ഞാൻ മതിയാക്കാം. എന്നിട്ട് നമുക്ക് രാത്രി ബാക്കി എടുക്കാം. രാത്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. നമുക്ക് ബാക്കി ഇനി കുറെ എടുക്കാണ്ട് കേട്ടോ. നമ്മൾ മാപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് മറ്റേ സംസ്ഥാനങ്ങളും അതുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊക്കെ പഠിക്കാം നമുക്ക് രാത്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതും കൂടെ ഒന്ന് പറഞ്ഞേടാ. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ അല്ലേ? തെറ്റ്. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ. 24 എടുത്തില്ലേടാ? 24, സോറി. 24 വളരെ ഒന്നുമില്ല കേട്ടാ. അഗ്നി, സൂര്യ എന്നിവ എന്താണ്? മിസൈലുകളാണ് അല്ലെ? അഗ്നി, സൂര്യ എന്നിവ മിസൈലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. 25ാമത്തെ ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ തെറ്റ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ തെറ്റ്. ഓക്കെ, ഉയരം കൂടിയത് ആനമുടിയാണ് അല്ലെ? ഉപദ്വീപീയ പീഠഭൂമിയില് ഉയരം കൂടിയത് ആനമുടിയാണ്. നിങ്ങൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണേ. അങ്ങ് വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഇതെല്ലാം അതായത് നമ്മുടെ മുകളിലുള്ള പർവ്വതങ്ങളായിട്ടുള്ള വിന്ധ്യയും സത്പുരയും ഉണ്ട്. പിന്നെ നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഡെക്കാൻ പീഠഭൂമി ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, ഏറ്റവും ഉയരം കൂടിയത് ആനമുടിയാണ്. ആനമുടി നമുക്കറിയാം കേരളത്തിലാണ്. ആനമുടിയുടെ ഉയരവും നിങ്ങൾക്കറിയാം 2695 മീറ്റർ. 2695 മീറ്റർ അല്ലേ? ഓക്കെ, 2-ാം സ്ഥാനത്തുള്ളത് മീശപ്പുലിമലയാണ്. 2-ാം സ്ഥാനം മീശപ്പുലിമല. 2640 മീശപ്പുലിമലയുടെ ഉയരം. ഓക്കെ, 3-ാം സ്ഥാനത്തുള്ളത് ഡോഡാബേട്ട ഹിൽസ് ആണ്. 2637. ഡോഡാബേട്ട ഹിൽസ് 2637. ഓക്കെ അല്ലടാ പിള്ളേരെ? ശരി, അപ്പൊ 25 കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇനി 25 എടുക്കാണ്ട് ബാക്കി സയൻസ് ഒക്കെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടീച്ചർമാർ നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതും എല്ലാം നിങ്ങൾക്ക് കുറെ കിട്ടിയത് നമുക്ക് സംസ്ഥാനം